പെട്ടെന്നൊരു ദിവസം ഒരു അപ്പാർട്ട്മെന്റിന് ചുറ്റും പുറത്തു കടക്കാനാകാത്ത വിധം ഒരു നിഗൂഢത നിറഞ്ഞ മതിലുണ്ടായാൽ എങ്ങനെയുണ്ടാകും? 2025 പുറത്തിറങ്ങിയ ഒരു ജർമ്മൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബ്രിക്ക്. ഈ കഥയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. കഥ ആരംഭിക്കുന്നത് നായകനായ ടിം എന്ന ചെറുപ്പക്കാരനിലൂടെയാണ്. ടിം ഒരു ഗെയിം ഡെവലപ്പറാണ്. അതിനാൽ തന്നെ അയാൾ ഒരു ഗെയിം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ്. ടിമ്മിന്റെ ഭാര്യയായ ഒലീവിയയാണ് ഈ കഥയിലെ നായിക. ഒലീവിയ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുരന്തം ഇവരുടെ ജീവിതത്തിലുണ്ടായി. അതിനാൽ തന്നെ ഒലീവിയ ആ ജോലി വിടുന്നു. ആ ദുരന്തത്തിന് ശേഷം ടിമ്മിന്റെയും ഒലീവിയയുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി ടിമ്മിനെയും കൊണ്ട് പാരീസിലേക്ക് ഒരു യാത്ര പോകാൻ ഒലീവിയ തീരുമാനിക്കുന്നു. അതിനായി ഒലീവിയ ഒരു പഴയ ക്യാമ്പർ വാൻ വാങ്ങുന്നു. ഈ വണ്ടി ടിമ്മിനെ കാണിക്കാനായി അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് അവർ ഇറങ്ങുന്നു. അവിടെ വെച്ച് പുതിയൊരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നു. ഫ്രെഡ്മാൻ എന്നായിരുന്നു അയാളുടെ പേര്. ടിമ്മും ഒലീവിയയും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണറായിരുന്നു അയാൾ. അയാൾ അവരുടെ വീട് നവീകരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. പെട്ടെന്ന് അവരുടെ പുറകിലായി വലിയ രീതിയിൽ പുക പടർന്നു പിടിക്കുന്നത് അവർ കാണുന്നു. അത് ഹാംബർഗ് സിറ്റിയിലെ തുറമുഖത്ത് നിന്നാണ്. ഇന്ന് രാവിലെ അവിടെ ഒരു വലിയ തീപിടുത്തമുണ്ടായെന്ന് ഫ്രെഡ്മാൻ പറയുന്നു. ഉടൻ തന്നെ അവർ ഒലീവിയ വാങ്ങിയ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. വണ്ടിയിൽ വെച്ച് പാരീസ് ട്രിപ്പിന്റെ കാര്യം ഒലീവിയ പറയുന്നു. എന്നാൽ ജോലി തിരക്ക് കൊണ്ട് ടിം അതിന് തയ്യാറാകുന്നില്ല. അന്ന് രാത്രി ഒറ്റയ്ക്ക് പാരീസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ഒലീവിയ. എന്നാൽ പാരീസിലേക്ക് പോയാൽ താൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഒലീവിയ ടിമ്മിനോട് പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ് ഒലീവിയ. തന്റെ ബാഗ് എടുത്ത് വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്തേക്ക് പോയി അവർ. എന്നാൽ വാതിൽ തുറന്നതോടെ ഇരുവരും അതിശയിക്കുന്നു. അപ്പാർട്ട്മെന്റിന്റെ പ്രധാന വാതിലിന് മുമ്പിലായി ഒരു പ്രത്യേകത നിറഞ്ഞ കറുത്ത മതിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട ഒലീവിയ തന്നെ പോകാൻ സമ്മതിക്കെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഈ മതിലിനെ പറ്റി തനിക്ക് അറിയില്ലെന്നും താനല്ല ഇത് ചെയ്തതെന്നും ടിം പറയുന്നു. ഉടൻ തന്നെ അവർ അപ്പാർട്ട്മെന്റിന്റെ മറ്റു ജനലുകളും വാതിലുമെല്ലാം പരിശോധിക്കുന്നു. എല്ലായിടവും മതിലിനാൽ ചുറ്റപ്പെട്ടതായി അവർ കാണുന്നു. തങ്ങൾ അപ്പാർട്ട്മെന്റിനുള്ളിൽ അകപ്പെട്ടു എന്നവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഒലീവിയ തന്റെ ഫോൺ എടുത്ത് വീടിന്റെ ഉടമസ്ഥനെ വിളിക്കുന്നു. എന്നാൽ വീടിനുള്ളിലെ സിഗ്നൽ മുഴുവൻ കട്ടായതിനാൽ ആരെയും ഫോൺ വിളിക്കാൻ സാധിക്കുന്നില്ല. മതിലിനടുത്ത് നിന്ന് ഫോൺ വിളിക്കാൻ ശ്രമിച്ച ടിം പെട്ടെന്ന് ഫോണിലെ ചില വ്യത്യാസങ്ങൾ കാണുന്നു. എന്നാൽ അതെന്താണെന്ന് ടിമ്മിന് മനസ്സിലാകുന്നില്ല. ഉടൻ തന്നെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ആ മതിൽ തുരക്കാൻ ഒലീവിയ ശ്രമിക്കുന്നു. എന്നാൽ അവർക്കതിന് സാധിക്കുന്നില്ല. ഇരുവരും വീണ്ടും വഴക്ക് തുടരുന്നു. ദേഷ്യത്താൽ ടിം തന്റെ മൊബൈൽ ഫോൺ ആ കറുത്ത മതിലിലേക്ക് എറിഞ്ഞുടയ്ക്കുന്നു. പെട്ടെന്ന് ടിം മതിലിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നു. ഫോണിനുള്ളിലെ ഒരു ഇരുമ്പിന്റെ കഷ്ണമായിരുന്നു അത്. ആ കറുത്ത മതിലിന് ഒരു മാഗ്നറ്റിക് ശക്തി ഉള്ളതായി ടിം കണ്ടുപിടിക്കുന്നു. ഇരുവരും ചേർന്ന് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ ആ മതിലിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. മതിലിൽ എവിടൊക്കെയാണ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അത്. എന്നാൽ ആ വസ്തുക്കളെല്ലാം മതിലിൽ നിന്ന് അവരുടെ നേർക്ക് വരുന്നു. ഇരുവരും ഉടൻ തന്നെ തറയിലേക്ക് വീഴുന്നു. അവരുടെ പുറത്തു കടക്കാനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെടുന്നു. കുറച്ചു സമയത്തിന് ശേഷം അടുത്ത ഫ്ലാറ്റിലെ ആളുകൾ തമ്മിലുള്ള വഴക്ക് അവർ കേൾക്കുന്നു. അതിനാൽ തന്നെ അവിടേക്ക് പോകാൻ അവർ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് അപ്പാർട്ട്മെന്റിന്റെ വാൾ തുരക്കുന്നു അവർ. പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലാറ്റിലെത്തിയ അവർ ഒരു സ്ത്രീ അവശയായി കിടക്കുന്നത് കണ്ടു. ഒലീവിയ അവരെ ആശ്വസിപ്പിച്ച് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഉടൻ തന്നെ ടിമ്മിനെ ഒരാൾ ആക്രമിക്കുന്നു. ടിമ്മും ഒലീവിയയും ചേർന്ന് തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതിയാണ് അയാൾ അങ്ങനെ ചെയ്തത്. ടിമ്മിനെ രക്ഷിക്കാനായി ഒലീവിയ ഒരു സ്പ്രേ അയാളുടെ കണ്ണിലേക്ക് അടിക്കുകയാണ്. എന്നാൽ അയാൾ തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നും തന്നെ രക്ഷിക്കാനാണ് അയാൾ ശ്രമിച്ചതെന്നും ആ സ്ത്രീ പറയുന്നു. എന്നാൽ ഡ്രഗ്സ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അയാളുടെ കൈകൾ കെട്ടിവെക്കുകയാണ് ടിം. അന്ന എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അയാളുടെ പേര് മാർവിൻ എന്നും. ഇരുവരും അടുത്ത വർഷം കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അന്ന പറയുന്നു. ഉടൻ തന്നെ ടിം തിരിച്ചവരുടെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ഫ്ലാറ്റ് മുഴുവൻ പരിശോധിക്കുകയാണ് ടിം. അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ ടിമ്മിന് അവിടെ നിന്നൊരു കോടാലി കിട്ടുന്നു. ആ കോടാലി ഉപയോഗിച്ച് ആ മതിൽ തകർക്കാൻ ശ്രമിക്കുന്നു അവർ. എന്നാൽ അവർ വീണ്ടും പരാജയപ്പെടുന്നു. ആർക്കിടെക്റ്റായ ഒലീവിയ ഉടൻ തന്നെ മറ്റൊരു പദ്ധതി ഉണ്ടാക്കുന്നു. അവർ നിൽക്കുന്ന തറ പൊളിച്ച് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുക. അവിടെ നിന്ന് ബേസ്മെന്റിലേക്കും ബേസ്മെന്റ് വഴി സബ്വേയിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്. അതുവഴി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒലീവിയ പറയുന്നു. ഉടൻ തന്നെ ടിം അപ്പാർട്ട്മെന്റിന്റെ തറ പൊളിക്കാൻ ആരംഭിക്കുന്നു. കുറച്ചു സമയം കൊണ്ട് അയാൾ അത് പൂർത്തിയാക്കുന്നു. ടിം ഉടനെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. ടിം ഇറങ്ങിയത് ഓസ്വാൾട്ട് എന്ന പേരുള്ള ഒരു വൃദ്ധന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ്. തങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി ഓസ്വാൾട്ട് ടിമ്മിന് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല, ബേസ്മെന്റിലേക്ക് പോകാൻ വേണ്ടിയാണ് വന്നതെന്ന് ടിം പറയുന്നു. പക്ഷെ തന്റെ അപ്പാർട്ട്മെന്റിലൂടെ പോകാൻ സാധിക്കില്ല എന്ന് ഓസ്വാൾട്ട് പറഞ്ഞു. ഉടൻ തന്നെ ഓസ്വാൾട്ടിന്റെ കൊച്ചുമകൾ ലിയ വന്ന് ഓസ്വാൾട്ടിനെ തടയുന്നു. അവർ നമ്മളുടെ അയൽവാസികളാണ്, ശത്രുക്കളല്ല എന്ന് ലിയ പറയുന്നു. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ നമ്മളുടെ അയൽവാസികൾ ഒരു തുള്ളി വെള്ളത്തിനായി നമ്മളെ കൊല്ലുമെന്ന് ഓസ്വാൾട്ട് പറയുന്നു. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്തു കടക്കും എന്ന് ലിയ ഓസ്വാൾട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ബേസ്മെന്റിലെ ടണലിലൂടെ പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് ഒലീവിയയും പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ ഓസ്വാൾട്ട് ശാന്തനാകുന്നു. ഉടൻ തന്നെ മുകളിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഓസ്വാൾട്ടിന്റെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ടിമ്മും മാർവിനും ചേർന്ന് ഓസ്വാൾട്ടിന്റെ അപ്പാർട്ട്മെന്റിന്റെ തറ പൊളിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു സ്മോക്ക് ഡിറ്റക്ടർ ടിമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനുള്ളിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നതായി ടിമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു.
ഓസ്വാൾട്ടിനോട് ചോദിച്ചപ്പോൾ അത് തങ്ങളുടേതല്ല എന്നും ഫ്രെഡ്മാനാണ് ഫ്ളാറ്റുകളിൽ സ്മോക്ക് ഡിറ്റക്ടർ ഇൻസ്റ്റാൾ ചെയ്തതെന്നും പറയുന്നു. ഉടൻ തന്നെ ആ ഫ്ളാറ്റിലെ മറ്റ് സ്മോക്ക് ഡിറ്റക്ടർ പരിശോധിക്കുന്നു ടീം. അതിനുള്ളിൽ നിന്നും പ്രവർത്തിക്കുന്ന ക്യാമറ കണ്ടെത്തുന്നു അവർ. ഇതിന്റെ എല്ലാം പുറകിൽ ഫ്രെഡ്മാനാണെന്ന് അവർ ഉറപ്പിക്കുന്നു. അയാളോട് ഇത് ചോദിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. ഓസ്വാൾട്ടിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ തന്നെയായിരുന്നു ഫ്രെഡ്മാൻ താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ ഓസ്വാൾട്ടിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഭിത്തി തുരന്ന് അപ്പുറത്തേക്ക് പോകുന്നു അവർ. അവിടെ എത്തിയ അവർ ഫ്രെഡ്മാനെ തിരയാൻ ആരംഭിക്കുന്നു. ഒരു മുറിയിൽ 2 കൈകളും നഷ്ടപ്പെട്ട രീതിയിൽ ഫ്രെഡ്മാനെ മരിച്ചു കിടക്കുന്നതായി അവർ കാണുന്നു. ഇത് കണ്ടതോടെ അവരെല്ലാവരും ഭയപ്പെടുന്നു. ഭയപ്പെട്ട അവർ ഓസ്വാൾട്ടിന്റെ ഫ്ളാറ്റിന്റെ തറ വേഗത്തിൽ പൊളിച്ച് താഴേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഉടൻ തന്നെ തറ മുഴുവനായി പൊളിഞ്ഞ് അവർ താഴേക്ക് വീഴുന്നു. ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത് ആന്റൺ എന്ന പേരുള്ള ഒരാളുടെ ഫ്ളാറ്റിലാണ്. എന്നാൽ അവിടെ ആന്റന്റെ ഫ്രണ്ടായ യൂറിയെയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ബേസ്മെന്റിലേക്ക് പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് യൂറിയോട് ടിം പറയുന്നു. എന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് യൂറി പറയുന്നു. ഈ മതിലുകൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണെന്നും ഏത് തരത്തിലുള്ള അക്രമങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമെന്നും യൂറി പറയുന്നു. എന്നാൽ ചെറിയ സംശയത്തോടെ ആന്റൺ എവിടെയെന്ന് ഒലീവിയ ചോദിക്കുന്നു. ഉടനെ അവരെ ആന്റന്റെ റൂമിലേക്ക് യൂറി കൊണ്ടുപോകുന്നു. മുറിയിലെത്തിയ അവർ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന ആന്റണെ കാണുന്നു. മതിലിന്റെ അടുത്ത് വെച്ച് പേസ് മേക്കർ തകർന്നു പോയതിനാൽ ഹൃദയാഘാതമുണ്ടായി ആന്റൺ മരിച്ചുവെന്ന് യൂറി പറയുന്നു. മുറിയിൽ വെച്ച് ആന്റൺ സോൾവ് ചെയ്യാൻ ശ്രമിച്ച കുറെ പ്രോബ്ലങ്ങൾ ലിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. യൂറിയെ അവഗണിച്ച് അവിടെ നിന്ന് പുറത്തു കടക്കാൻ അവർ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ ബേസ്മെന്റിലേക്ക് പോകാൻ ആന്റന്റെ ഫ്ളാറ്റിന്റെ തറ പൊളിക്കുന്നു അവർ. ടിമ്മും ഒലീവിയയും ചേർന്ന് ആന്റന്റെ ഫ്ളാറ്റിൽ നിന്ന് ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി തേടുന്നു അവർ. അങ്ങനെ സബ്വേയിലേക്ക് പോകാനുള്ള വാതിൽ അവർ കണ്ടെത്തുന്നു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് ആ വാതിലിന്റെ പൂട്ട് പൊളിക്കുന്നു അവർ. എന്നാൽ വാതിൽ തുറന്ന അവർ വീണ്ടും അവിടെ മതിൽ കാണുന്നു. അപ്പോഴേക്കും യൂറി ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇത് കണ്ട അവർക്ക് സഹിക്കാനായില്ല. എല്ലാവരും വീണ്ടും പരാജയപ്പെടുന്നു. ദേഷ്യത്തിൽ മാർവിൻ ഓസ്വാൾഡിന്റെ തോക്കുകൊണ്ട് ആ മതിലിലേക്ക് വെടിവെക്കുന്നു. എന്നാൽ കാന്തിക ശക്തിയുള്ള മതിലായതിനാൽ ആ ബുള്ളറ്റുകൾ അവരുടെ നേർക്ക് തന്നെ വരുന്നു. എല്ലാവരും ഉടൻ തന്നെ രക്ഷപ്പെടാനായി തറയിലേക്ക് വീണെങ്കിലും ഓസ്വാൾട്ടിന് വെടിയേൽക്കുന്നു. അവിടെ വെച്ച് ഓസ്വാൾഡ് മരണമടയുന്നു. ഓസ്വാൾഡ് മരിച്ചതിനാലും പുറത്തു കടക്കാനാകാത്തതിനാലും നിസ്സഹായരായി അവർ അവിടെ ഇരിക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം സിമിലർ ആയിട്ടുള്ളത് കൊണ്ടാകാം നമ്മൾ അവിടെ അകപ്പെട്ടിരിക്കുന്നതെന്ന് അന്ന പറയുന്നു. അതായത് 15 വയസ്സുള്ളപ്പോൾ തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽപ്പെട്ട താൻ മരണത്തോട് മല്ലടിച്ചിരുന്നു. അതുപോലെ മരണം മുൻപിൽ കണ്ട എന്തെങ്കിലും നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് അന്ന ചോദിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ക്യാൻസർ ബാധിച്ച മൂലം തന്റെ അമ്മ മരിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ലിയ പറയുന്നു. യൂറി ഒരു പോലീസ് ഓഫീസർ ആണെന്നും താനൊരു ക്രിമിനലിനെ ഡ്യൂട്ടിക്കിടയിൽ കൊന്നിട്ടുണ്ടെന്നും യൂറി പറയുന്നു. പെട്ടെന്ന് എല്ലാവരും ടിമ്മിനെയും ഒലീവിയെയും നോക്കുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോൾ തനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് ഒലീവിയ പറയുന്നു. എന്നാൽ ടിമ്മിന് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. ഇത് കേട്ട ഉടൻ വിഷമം സഹിക്കാനാകാത്ത ടിം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും അവർ രക്ഷപ്പെടാനുള്ള വഴി തേടാൻ ആരംഭിക്കുന്നു. എല്ലാവരോടും ടിം ഫ്രെഡ്മാന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സോ റിനോവേഷനെ സംബന്ധിച്ചുള്ള പ്ലാനുകളോ ഉണ്ടോ എന്ന് തേടാൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം ഒലീവിയയും ലിയയും ചേർന്ന് ആന്റണ് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് എല്ലാം പരിശോധിക്കുകയാണ്. യൂറി ഒഴിച്ച് ബാക്കി എല്ലാവരും ഓരോരോ കാര്യങ്ങൾ തേടുന്നു. എന്നാൽ യൂറി പുറത്തേക്ക് കിടക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു. പെട്ടെന്ന് ടിം ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. അവിടെയുള്ള എല്ലാ ഫ്ളാറ്റും ഒരുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ഫ്ളാറ്റിലെ മുറി പോലെയല്ല ഫ്രെഡിന്റെ മുറി. വളരെയധികം വലിപ്പം കുറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ അവിടെ ഒരു സീക്രട്ട് റൂം ഉള്ളതായി ടിം കണ്ടുപിടിക്കുന്നു. എല്ലാവരെയും അമ്പരിപ്പിച്ച് ടിം ആ സീക്രട്ട് റൂം തുറക്കുന്നു. എന്നാൽ ആ റൂമിനുള്ളിൽ എല്ലാ ഫ്ളാറ്റിലെയും ഒളിപ്പിച്ചിരുന്ന CCTV ക്യാമറകൾ കണക്ട് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. എല്ലാ ഫ്ളാറ്റിലെയും ദൃശ്യങ്ങൾ അതിൽ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടർ പരിശോധിക്കാൻ ആരംഭിക്കുകയാണ് ടിം. കമ്പ്യൂട്ടറിലൂടെ അവിടെ എങ്ങനെയാണ് ആ മതിൽ ഉണ്ടായതെന്ന് അവർ കാണുന്നു. അവിശ്വസനീയമായ രീതിയിലാണ് പെട്ടെന്നൊരു മതിൽ അവിടെ ഉണ്ടാകുന്നത്. ആന്റന്റെ റൂമിൽ പരിശോധിച്ചുകൊണ്ടിരുന്ന ലിയയ്ക്ക് ആന്റന്റെ മരണത്തിൽ ഒരു ദുരൂഹത തോന്നുന്നു. അതിനാൽ തന്നെ ആന്റന്റെ ശരീരം പരിശോധിക്കുകയാണ് ലിയ. അയാളുടെ കഴുത്തിൽ ആരോ വരിഞ്ഞു മുറുക്കിയ പാടുകൾ ലിയ കാണുന്നു. ആരോ ആന്റണിനെ കഴുത്തു ഞെരിച്ച് കൊന്നതാണെന്ന് ലിയയ്ക്ക് മനസ്സിലായി. ഇതേ സമയം സീക്രട്ട് റൂമിലെ കമ്പ്യൂട്ടറിലൂടെ യൂറി ആന്റണിനെ കൊലപ്പെടുത്തുന്ന ദൃശ്യം അവർ കാണുന്നു. ഉടൻ തന്നെ അവർ ആന്റണിന്റെ റൂമിലേക്ക് ഓടിയെത്തുന്നു. അപ്പോഴേക്കും ആന്റണിന്റെ മുറിയിൽ തനിച്ചായ ലിയയെ യൂറി കൊന്നു കളഞ്ഞിരുന്നു. യൂറിയെ പിടിച്ചു കെട്ടാൻ ടിമ്മും മാർവിനും ചേർന്ന് ശ്രമിക്കുന്നു. എന്നാൽ വളരെ അപകടകാരിയായ യൂറി അവരെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നു. വളരെ ബുദ്ധിമുട്ടി യൂറിയെ അവർ പിടിച്ചു കെട്ടുന്നു. യൂറിയെ നോക്കാൻ മാർവിനെ ഏൽപ്പിച്ച ശേഷം വീണ്ടും രക്ഷപ്പെടാനുള്ള വഴികൾ തിരയുന്നു അവർ. ലിയയെ കൊലപ്പെടുത്തിയ ശേഷം യൂറി നശിപ്പിക്കാൻ ശ്രമിച്ച ഡോക്യുമെന്റിന്റെ ചില ഭാഗം അവർക്ക് ലഭിക്കുന്നു. അവശിഷ്ടത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ട് ആ മതിൽ ഒരു കോഡിംഗ് പ്രോഗ്രാം കൊണ്ട് നിർമ്മിച്ചതായിരിക്കാമെന്ന് ഒലീവിയ പറയുന്നു. സാധാരണമായി ഒരു മതിൽ നിർമ്മിക്കുന്നത് ഒരേ വലുപ്പത്തിലുള്ള കട്ടകൾ അടുക്കി വെച്ചുകൊണ്ടാണ്. എന്നാൽ ഈ മതിൽ അങ്ങനെയല്ല എന്നും ഒലീവിയ കൂട്ടിച്ചേർക്കുന്നു. പെട്ടെന്ന് ആ ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ടിമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതൊരു ഇന്റർവെൽ പാറ്റേൺ ആയിരുന്നു. അതിനാൽ തന്നെ ആ മതിൽ ഒരു പാറ്റേണിൽ ഉണ്ടാക്കിയതാവാമെന്ന് ടിം പറയുന്നു. എന്നാൽ ആന്റൺ ഇത് എന്തിനു ചെയ്യണമെന്ന് ടിം ചിന്തിക്കുന്നു.
എന്നാൽ ഇത് കേട്ടതും ആന്റോൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എപ്സിലോൺ നാനോ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണെന്ന് ഒലീവിയ മറുപടി നൽകുന്നു. എന്നാൽ നേരത്തെ തീപിടുത്തമുണ്ടായ സ്ഥലത്താണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നതെന്ന് ടിമിന് അറിയാമായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനായി വീണ്ടും ഫ്ലാറ്റിലെ ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യാൻ അവർ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. കമ്പ്യൂട്ടറിലൂടെ ആന്റൺ എന്തോ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതായി അവർ കാണുന്നു. മതില് തുറക്കുന്നതിനായി ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ ഉണ്ടാക്കുകയായിരുന്നു ആന്റോൺ. എന്നാൽ ആ മൊബൈൽ യൂറി നശിപ്പിക്കുന്നതും അവർ കമ്പ്യൂട്ടറിലൂടെ കാണുന്നു. ഒരു ഗെയിം ഡെവലപ്പറായ ടിമ്മിന് അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു. ഉടൻ തന്നെ ആ മൊബൈൽ തനിക്ക് എടുത്തുകൊണ്ടുവരാൻ ടിം ആവശ്യപ്പെടുന്നു. തകർന്നുപോയ മൊബൈലിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ വീണ്ടെടുക്കാൻ ടിം ശ്രമിക്കുന്നു. എന്നാൽ തങ്ങൾ സംശയിച്ചതുപോലെ ഈ മതിലുണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇന്റർവെൽ കോഡ് ഉപയോഗിച്ചല്ല എന്നും അതൊരു ഒപ്റ്റിക്കൽ കോഡ് ഉപയോഗിച്ചാണെന്നും ടിം കണ്ടുപിടിക്കുന്നു. QR കോഡുകൾ പോലെ ഒരു മൊബൈൽ ഫോണിന് മാത്രമേ ഇത് റീഡ് ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ. ആ നശിച്ച ഫോണിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ വീണ്ടെടുക്കുന്നു ടിം. ഉടൻ തന്നെ അന്നയുടെ ഫോണിലേക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതിനുശേഷം മതിൽ തുറക്കാനായി ബേസ്മെന്റിലേക്ക് പോകുന്നു അവർ. മതിലിന് നേരെ ഫോൺ പിടിച്ച ശേഷം ആ ആപ്ലിക്കേഷൻ കൊണ്ട് മതിൽ സ്കാൻ ചെയ്യുന്നു അവർ. ഉടൻ തന്നെ മൊബൈൽ സ്ക്രീനിൽ 4 ബോക്സുകൾ കാണുന്നു. ടിം ഓരോ ബോക്സും മാറി മാറി അമർത്തുന്നു. ഓരോ ബോക്സ് അമർത്തുമ്പോഴും മൊബൈൽ ഫോണിൽ നിന്ന് ഫ്ലാഷ് പുറപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാ ബോക്സുകളും അമർത്തി കഴിഞ്ഞ ശേഷം മതിലിലേക്ക് നോക്കുമ്പോൾ മതിലൊരു പ്രത്യേകത നിറഞ്ഞ രീതിയിലേക്ക് മാറുന്നു. ഉടൻ തന്നെ അന്ന മതിലിന്റെ അടുത്തേക്ക് പോകുന്നു. മതിലിൽ സ്പർശിച്ചപ്പോൾ മതിലിലൂടെ കൈ കടത്താൻ അന്നയ്ക്ക് സാധിക്കുന്നു. ഉടൻ തന്നെ മാർവിൻ വന്ന് അതിൽ നിന്ന് കൈയെടുക്കാൻ അന്നയോട് പറയുന്നു. കൈ പുറകിലേക്ക് എടുക്കാൻ അന്ന ശ്രമിക്കുന്നു. എന്നാൽ അന്നയ്ക്ക് അതിന് സാധിക്കുന്നില്ല. എല്ലാവരും ചേർന്ന് അന്നയുടെ കൈ പുറത്തെടുക്കാൻ നോക്കുന്നു. എന്നാൽ ഇവർ വലിക്കും തോറും അന്ന കൂടുതലായി മതിലിലേക്ക് അടുക്കുന്നു. അന്നയുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും മതിലിന്റെ അപ്പുറത്തേക്കാകുന്നു. പെട്ടെന്ന് തന്നെ മതിൽ പഴയ രൂപത്തിലേക്കാകുന്നു. ശരീരമറ്റ് അന്ന അവിടെ കിടന്ന് മരിക്കുന്നു. ഇത് കണ്ട് സഹിക്കാനാകാത്ത മാർവിൻ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് സ്വയം മരിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടിമ്മും ഒലീവിയയും നിസ്സഹായരായി അവിടെ ഇരിക്കുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനായി വീണ്ടും അവർ മൊബൈൽ കൊണ്ട് മതിൽ സ്കാൻ ചെയ്യുന്നു. ഇത്തവണ എങ്ങനെ ബോക്സിൽ പ്രസ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നു. 24 രീതിയിൽ ആ ബോക്സുകൾ തമ്മിൽ പ്രസ് ചെയ്യാൻ സാധിക്കുമെന്ന് ടിം പറയുന്നു. വീണ്ടും അവർ ബോക്സിൽ പ്രസ് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നൊരു കാര്യം ഒലീവിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഓരോ ബോക്സിലും അമർത്തുമ്പോൾ ഫ്ലാഷുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നു. ഒരു കോഡ് നമ്പർ പോലെയാണ് ഫ്ലാഷ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ആ കോഡ് കണ്ടുപിടിച്ചാൽ ബോക്സുകൾ അമർത്തേണ്ട ഓർഡർ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ഒലീവിയ പറയുന്നു. വീണ്ടും അവർ സീക്രട്ട് റൂമിലെ കമ്പ്യൂട്ടർ പരിശോധിക്കാനായി പോകുന്നു. ആന്റൺ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ മതില് തുറക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് എത്ര ഫ്ലാഷുകൾ അടിക്കുന്നു എന്ന് ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിരുന്നു. അവരാ ഉണ്ടാകുന്ന ഫ്ലാഷുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു. അങ്ങനെ അവർ ആ ബോക്സിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം വീണ്ടും അവർ ആ മതിലിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും അബോധാവസ്ഥയിൽ നിന്ന് യുറി ഉണർന്നിരുന്നു. യുറി അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. യുറിയുമായി ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്നു അവർ. ഉടൻ തന്നെ അവർ ഒരു മുറിയിലേക്ക് ഓടിക്കയറുന്നു. ടിമ്മും ഒലീവിയയും ചേർന്ന് ആ മുറിയുടെ വാതിൽ ശക്തമായി അമർത്തിപ്പിടിക്കുന്നു. ഒലീവിയയോട് മതിൽ തുറക്കാനായി പോകാൻ ടിം ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് ഒലീവിയ മതിൽ തുറക്കാൻ ആരംഭിക്കുന്നു. അപ്പോഴേക്കും യുറി മുറിക്കുള്ളിൽ കയറിയിരുന്നു. പെട്ടെന്ന് തന്നെ ഒലീവിയ ഫോൺ ഉപയോഗിച്ച് ആ മതിൽ തുറക്കുന്നു. അപ്പോഴേക്കും യുറി ടിമ്മിനെ വകവരുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഒലീവിയയോട് രക്ഷപ്പെടാൻ ടിം പറയുന്നു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുറ്റിക കൊണ്ട് യുറിയുടെ തലക്കടിച്ചു വീഴ്ത്തി ടിമ്മിനെ രക്ഷിക്കുന്നു ഒലീവിയ. ഇരുവരും സബ്വേയിലൂടെ പുറത്തേക്ക് നടക്കുന്നു. സബ്വേയിൽ നിന്ന് പുറത്തേക്ക് എത്തിയ അവർ പുറം ലോകം കണ്ട് അമ്പരക്കുന്നു. അവിടെ എല്ലാ ബിൽഡിംഗ്സും കറുത്ത മതിലിനാൽ മൂടിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ചുറ്റുപാടും നോക്കുന്നു. ഉടൻ തന്നെ ഒലിവിയ വാങ്ങിയ ക്യാമറ വാനിൽ അവർ അവിടെ നിന്ന് പോകുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. പോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമകളെ പറ്റി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിവേഗം ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.